രണ്ട് ഘട്ടങ്ങളിലായി മെയ് 8 വരെ നീളുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തിങ്കളാഴ്ചയാണ് തുടക്കമാവുക. ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിലൂടെ ക്ഷീണത്തിലായ കേന്ദ്ര സർക്കാരിനെ സഭയിൽ കടന്നാക്രമിക്കാനാകും പ്രതിപക്ഷത്തിന്റെ ശ്രമം. ബജറ്റിലെ സർക്കാർ നടപടികൾ സംബന്ധിച്ച് സൂചന നൽകുന്ന രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം ആദ്യ ദിനം പിരിയും. പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ ബില്ലും ഖനി ബില്ലും രണ്ടാം ദിവസം ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തതിനാൽ വിവാദ ബില്ലുകളിൽ സമവായത്തിനായുള്ള അവസാനവട്ട ചർച്ചകളിലാണ് കേന്ദ്രമന്ത്രിമാർ. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ നിലയുറപ്പിച്ച സമാജ്വാദി പാർട്ടിയുടെയും BSPയുടെയും പിന്തുണയ്ക്കായാണ് ശ്രമം. ബില്ലുകൾ പാസാക്കാനായില്ലെങ്കിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിക്കുന്ന കാര്യവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരെ ദില്ലിയിൽ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭം സഭയ്ക്ക് പുറത്ത് സർക്കാരിന് തലവേദനയാകും. 25-ാം തീയതിയാണ് റെയിൽ ബജറ്റ്. പൊതുബജറ്റ് 28-നും. സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസുകൾക്ക് പുറമെ ചരക്ക് സേവന നികുതി ബിൽ, ലോകായുക്ത ബിൽ എന്നിവയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ പരിഗണനയ്ക്കെത്തുന്ന സുപ്രധാന ബില്ലുകൾ. റിപ്പോർട്ടർ, ദില്ലി.